നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിലവിൽ ഫ്രീ ഏജൻ്റായിട്ട് നിൽക്കുകയാണ് സെർജിയോ റാമോസ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തിന് ക്ലബ്ബൊന്നും ലഭിച്ചില്ല. ഒരു ക്ലബ്ബിലും ഇല്ലാതെ നിൽക്കുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് അദ്ദേഹം ചേക്കേറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഉറ്റുനോക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി അർജന്റീൻ ക്ലബ്ബ് ബൊക്ക ജൂനിയേഴ്സ് രംഗത്തുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം അവരോട് നോ പറഞ്ഞതായിട്ട് അർജന്റീൻ മാധ്യമം ടിവൈസി സ്പോർട്സ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഉള്ളിൽ താല്പര്യം റയൽ മാഡ്രിഡിലേക്ക് തിരികെ എത്തണമെന്നുണ്ട് എന്നുകൂടി ടിവൈസിയുടെ റിപ്പോർട്ടിലുണ്ട്. അതായത് ചില സ്പാനിഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് റയലിൽ ഇപ്പം ഡിഫൻസിൽ ചില പ്രശ്നങ്ങളുണ്ട്, പരിക്കും മറ്റുമൊക്കെയാണ്. എതർ മിലിറ്റാവോയുടെ പരിക്കൊക്കെ അവർക്ക് വലിയ തിരിച്ചടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സീസണിൻ്റെ ബാക്കി ഭാഗത്തേക്കെങ്കിലും ഒരു പെട്ടെന്നുള്ള സൊല്യൂഷൻ എന്ന രൂപത്തിൽ ക്ലബിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളത് റാമോസ് നോക്കുന്നുണ്ട് എന്നായിരുന്നു ആ റിപ്പോർട്ട്. പക്ഷേ അതിനെക്കുറിച്ച് റയൽ മാഡ്രിഡുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള വാർത്തകളിലൊന്നും അത് കാണുന്നുമില്ല. സൗദി അറേബ്യയിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുണ്ട് എന്നുള്ള വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ അതിലൊന്നും പ്രോഗ്രസ് കാണുന്നില്ല. ഇത്തരം ഒരു ഘട്ടത്തിലാണ് റാമോൻ ഫ്യൂവൻഡസ് മാഡ്രിഡിൽ നിന്നുള്ള വാർത്തകളൊക്കെ നൽകുന്നയാളാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, സെർജിയോ റാമോസ് ഹാസ് ബീൻ ഓഫേർഡ് ടു ഇന്റർ മയാമി. മയാമിയിലേക്ക് സെർജിയോ റാമോസിന് ഓഫർ ചെയ്തിരിക്കുകയാണ്. ഇന്റർ മയാമിയോട് താല്പര്യമുണ്ടെങ്കിൽ, താരത്തെ സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് വരാം എന്നറിയിച്ചിരിക്കുകയാണ് എന്നാണ് റാമോൻ ഫ്യൂവൻഡസിൻ്റെ റിപ്പോർട്ട്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ്. MLS മൂവിൽ അദ്ദേഹത്തിന് താല്പര്യവുമുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് MLS ക്ലബ്ബായ ഇന്റർ മയാമിയുടെ കോച്ച് മഷറാനോയും അവരുടെ ഓണർമാരായിട്ടുള്ള ഹോർഗെ മാസ്, ബെക്കാം തുടങ്ങിയവരാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ റാമോൻ ഫ്യൂവൻഡസ് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ സെർജിയോ റാമോസിന് വീണ്ടും ലിയോ മെസ്സിക്കൊപ്പം കളിക്കാൻ താല്പര്യമുണ്ട്. നേരത്തെ അവരൊരുമിച്ച് PSG കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ കളിക്കേണ്ടത് കൊണ്ട് തന്നെ ഇന്റർ മയാമിക്ക് അവരുടെ ഡിഫൻസ് ശക്തമാക്കേണ്ടതുമുണ്ട്. താരത്തെ എത്തിച്ചാൽ അത് നഷ്ടമാവില്ല എന്ന് വിലയിരുത്തുന്നവരാണ് അധികം. നിലവിലെ ഇന്റർ മയാമിയുടെ ഡിഫൻസ് വെച്ച് നോക്കുമ്പോൾ 38 വയസ്സിലാണെങ്കിൽ പോലും സെർജിയോ റാമോസിന് അവിടെ കൂടുതൽ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, സെർജിയോ റാമോസ് സെവിയയിലൂടെ വളർന്നു വന്നു. പിന്നെ റയൽ മാഡ്രിഡിൽ നീണ്ടകാലം കളിച്ചു. അതിനുശേഷം PSG കുറച്ച് സമയം കളിച്ചിട്ട് സെവിയയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയോടുകൂടി അദ്ദേഹം ക്ലബിൽ നിന്ന് കോൺട്രാക്റ്റ് പൂർത്തിയായി പുറത്തു പോയിരിക്കുകയാണ്. ഇനി എങ്ങോട്ട് വീണ്ടും മെസ്സിക്കൊപ്പം ചേരുമോ, അതിനുള്ള സാധ്യതകൾ തെളിയുന്നു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞത്. കാത്തിരിക്കാം ഇതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.